പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ക്നാനായ സമുദായം ഭാവിയിൽ നേരിടേണ്ടി വരുന്ന ചില വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ക്നാനായ സമുദായത്തെ പറ്റി നമുക്കറിയാം. AD 345 ക്നായിത്തോമ എന്ന ഒരു വർത്തക പ്രമാണി യൗസേപ്പ് മെത്രാനും യഹൂദരുടെ രാജാവായിരുന്ന ദാവീദിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട 7 ഗോത്രങ്ങളിൽ നിന്ന് 72 കുടുംബക്കാർ, അതായത് ഏകദേശം 400 പേരോളം മലങ്കരയിൽ വന്ന് ചേർന്നു. അത് അന്നത്തെ മർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ഒരു ഉണർവേകി. വർത്തക പ്രമാണി വലിയ ധനാഢ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെലവിലാണ്, യാത്രാ ചെലവിലാണ് ഈ സംഘം മുഴുവൻ മലങ്കരയിൽ വന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ചേര ചക്രവർത്തിയെ സമീപിക്കുകയും വലിയ പദവികളും ചെപ്പേടുകളുമൊക്കെ വാങ്ങിക്കുകയും ചെയ്തു. ചക്രവർത്തിക്ക് അത് ആവശ്യമായിരുന്നു. കാരണം ഇവിടെയുള്ള കുരുമുള മുതലായ വിഭവങ്ങൾ വിൽക്കപ്പെടേണ്ടിയിരുന്നത് കൊണ്ട് അത് ചേര രാജ്യത്തിനും ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അവർ മലങ്കരയിൽ വന്ന് ഇവിടെ വലിയ സുവിശേഷ പ്രസംഗമൊന്നും നടത്തിയതായിട്ടില്ലെങ്കിലും കുറേ ആളുകൾ സഭയിൽ ചേരുവാനിടയായി. അന്നത്തെ പരിശുദ്ധ അദ്വൈക പാത്രിയർക്കീസ് ആയിരുന്ന മോർ ഒസ്താത്യോസ് ബാവായുടെ അനുമതിയോടും കൽപ്പനയോടും കൂടിയാണ് അവർ മലങ്കരയിൽ വന്നത്. അന്നു മുതൽ ഇന്നുവരെയും പരിശുദ്ധ അദ്വൈക സിംഹാസനത്തിന് കീഴിൽ അവർ വർദ്ധിക്കുകയായിരുന്നു. എന്നാൽ ഈയിടെ അന്ത്യോക്യയിലെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുവത്സവമുണ്ട് അവിടെ മെത്രാപ്പൊലീത്തായെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. കാരണം നിങ്ങൾക്കറിയാം. മെത്രാകക്ഷിയിലെ കാതോലിക്ക ബാവയെ ക്ഷണിച്ച് സ്വീകരിച്ച് സൽക്കരിച്ചു. അമേരിക്കയിലെ അവരുടെ മെത്രാ അച്ഛന്മാർക്ക് ചില സഹായങ്ങൾ ക്നാനായ സഭയിലെ അച്ഛന്മാർ ചെയ്തു കൊടുത്ത് വിശുദ്ധ കുർബാന കാര്യങ്ങളൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ പ്രത്യേകിച്ച് മെത്രാകക്ഷിക്കാർ നമ്മെ അധിക്ഷേപിക്കുകയും പരിശുദ്ധ അദ്വൈക സിംഹാസനത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഒരിക്കലും അവരുടെ ബാവായെ ക്ഷണിക്കുകയോ സൽക്കരിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് തെറ്റായിപ്പോയി, വളരെ തെറ്റായിപ്പോയി. അതിൻ്റെ ഉള്ളിൽ വേറെ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്നറിയില്ല. സഹോദരി സഭയാണ് മെത്രാകക്ഷികളുടെ സഭയെന്ന് അവിടെ ഒരു വല്യച്ഛൻ പറഞ്ഞു. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ അംഗീകരിച്ചിട്ടുമില്ല. ആ പരിതസ്ഥിതിയിൽ ശത്രുവിനെ സ്നേഹിച്ചു, സഹോദരി സഭയെ സഹായിച്ചു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ശത്രുവിനെ സ്നേഹിക്കാൻ ചെയ്ത പരിപാടിയല്ലായിരുന്നു ആ സൽക്കാരം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ ഈ 2 കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുവത്സവമുണ്ട് അഭിമന്യനായ സേവ്യർ തിരുമേനിയെ സസ്പെൻഡ് ചെയ്തത്. അതിനെതിരായി വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് കൊടുത്തു, സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത നടപടി സ്റ്റേ അവർക്ക് ആ കേസ് മുഴുവൻ അനുകൂലമായിട്ട് കിട്ടിയാൽ അങ്ങനെ കിട്ടാനായിരിക്കും സാധ്യത. കാരണം കോടതി നിയമമല്ലേ നോക്കുന്നത്. പക്ഷെ നമ്മുടെ വിശ്വാസമല്ലേ നമുക്ക് വലുത്. വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നില്ലെങ്കിൽ അസ്തിത്വമില്ലാത്തൊരു സഭയായിട്ട് മാറും.
പാത്രികീസ് ബാവയുമായിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധ അദ്വൈതീയ സിംഹാസനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ തലയില്ലാത്ത ശരീരം പോലെ ആയിത്തീരുമത്, ഒരു സംശയമില്ല. അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു, ഐഡന്റിറ്റി ഇല്ലാണ്ടാകണം. ഞങ്ങൾ സ്വതന്ത്ര സഭയായിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞാലും കാര്യമില്ല. ഇപ്പോഴാണ് സമുദായം എന്ന വാക്ക് അന്വർത്ഥമാകുന്നത്. കർത്താവ് ഇവിടെ ഒരു സമുദായത്തെ സ്ഥാപിച്ചില്ല, സഭയല്ലേ സ്ഥാപിച്ചത്. കാര്യം ഒരേ വിശ്വാസത്തിലും ഒരേ ആചാരത്തിലും നിലനിൽക്കുന്ന ആ കൂട്ടത്തെ സമുദായം എന്ന് പറയാം. നമ്മുടെ ഒരു കൂട്ടമല്ല, കൂട്ടായ്മയല്ല. എക്ലീസിയാസ്റ്റിക്കലായിട്ടാണ് നമ്മുടെ സഭയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സഭയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല, എത്ര വന്നാലും അതിന് ജയിക്കാൻ പറ്റില്ല. പരിശുദ്ധ അദ്വൈത സിംഹാസനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധ ബാവയുടെ കൽപ്പന കത്തിക്കുകയും ബാവയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്തത് വളരെ മോശമായി പോയി. അത് ബാലിശമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. യാക്കോബായ സഭയുടെ പരിശുദ്ധ സിനോദോസ് കൂടി അതിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. 2-3 ദിവസം മുമ്പ് നമ്മുടെ മലങ്കര മെത്രാപ്പൊലീത്ത ഹിസ് എമിനൻസ് ജോസഫ് ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഒരു വനിതാ സമാജത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ച് അതിന് വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ ചെറിയ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു മാത്രം. ആദ്യമേ തന്നെ പറയാനുള്ളത്, ക്നാനായ യാക്കോബായ സമുദായം ആ യാക്കോബായിൽ നിന്ന് മാറ്റിത്തരണം. അത് സമുദായത്തോടല്ല പറയുന്നത്, മാധ്യമങ്ങളോടാണ് പറയുന്നത്. മാധ്യമങ്ങൾ ദയവ് ചെയ്ത് ഇനി ക്നാനായ യാക്കോബായ സമുദായം എന്ന് പ്രയോഗിക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കാരണം അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയിലേക്കാണ് അത് സമുദായം നീങ്ങുന്നത്. ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. പിന്നെ ഇതിനെപ്പറ്റി ഒരു പശ്ചാത്താപം വന്ന് പരിശുദ്ധ ബാവയെ പാത്രികീസ് ബാവയെ നേരിൽ പോയി ബന്ധപ്പെട്ടവർ കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. പക്ഷെ അതിന് മുതിരാതെ ആളുകളുടെ 90% ആളുകളുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അന്ത്യോക്യ സിംഹാസനത്തിനെതിരായിട്ട് നിൽക്കുക. ഞങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തെ അംഗീകരിക്കുന്നത് പരിശുദ്ധ പാത്രികീസ് ബാവയെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? സിംഹാസനത്തെ ബഹുമാനിക്കുന്നവൻ അതിലിരിക്കുന്ന പരിശുദ്ധ പാത്രികീസ് ബാവയെയും അനുസരിക്കണം. അതല്ലേ സഭയുടെ പാരമ്പര്യവും നിലനിൽപ്പും. എന്നാണ് ഐഡൻറ്റിറ്റി അവിടെ നിന്ന് വരുള്ളൂ, ഒരു സംശയമില്ല. ബാവയുടെ കൽപ്പന കത്തിച്ചപ്പോൾ നിങ്ങൾ ആ സിംഹാസനത്തെയാണ് അധിക്ഷേപിച്ചത്, ബാവായല്ല. ഓർത്തഡോക്സുകാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ യഹൂദരുടെ രക്തമാണ് ഒക്കെ ആയിരിക്കാം, സമ്മതിക്കണം. യഹൂദ രാജാവിൻ്റെ ദാവീദ രാജാവിൻ്റെ പിൻതലമുറക്കാരാണ് നിങ്ങൾ, അല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് യഹൂദ രക്തമാണുള്ളത്. ആയിക്കോട്ടെ, നിങ്ങളങ്ങനെ ഒരുമിച്ച് നിന്നോ. അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ആഠ്യത്വ മനോഭാവം ഒരിക്കലും സ്വീകരിക്കുന്നത് സഭയ്ക്ക് യോജിച്ചതല്ല. ഞങ്ങൾ ഒരു അയ്മേനി പറഞ്ഞു, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും, അമേരിക്കയിൽ ചെന്നാലും, യൂറോപ്പിൽ ചെന്നാലും, UK ചെന്നാലും, ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാലും ഞങ്ങളുടെ ജനങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിയാം. കാരണം അവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളുണ്ട്. ഒരു വലിയച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ സേവര സിനിമേനി സുന്ദരനാണ്, അല്ലാന്ന് ആരും പറയുന്നില്ല. ഈ സൗന്ദര്യം നോക്കിയാണോ അച്ഛാ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ ന്യായവിധി നടത്തുന്നത്? ഈ പെന്തിക്കോസ്തുകാരുടെ സമർത്ഥയുടെ സുവിശേഷം നമുക്ക് വേണോ? ഈ ലോകത്തിലുള്ള അന്തസ്സും ആഭിജാത്യവും രോഗശാന്തിയും ധനസമ്പത്തും ഒക്കെയാണ്
പെന്തക്കോസ്തുകാരധികം പ്രസംഗിക്കുന്നത്. ഇവിടുത്തെ ജീവിതം താൽക്കാലികമല്ലേ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അന്തസ്സും ആഭിജാത്യവും പറയാതിരിക്കുന്നതല്ലേ നല്ലത്. യഹൂദരുടെ രക്തമാണ്, അത് സമ്മതിക്കുന്നു. കർത്താവിനെ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച ആ ചാട്ട കഴുകിയത് നമ്മുടെ ചെമ്പ് പോലെയുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ചാണ് കഴുകിയത്. ആ കഴുകിയപ്പോൾ ആ ചാട്ടയിൽ നിന്നും അല്ലെങ്കിൽ ചാട്ടകളിൽ നിന്നും ഉതിർന്നു വീണ രക്തത്തുള്ളികൾ കണ്ട് ആ രക്തത്തുള്ളികളെ നോക്കിയാണ് യഹൂദന്മാർ പറഞ്ഞത്. പിലാത്തോസ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ രക്തം നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ചാട്ടവാറുകൾ കഴുകിയ ആ രക്തം നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പര പേരും വരട്ടെ എന്ന് പറഞ്ഞത് ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, സേവരസിരുമേനിക്ക് നീളാള് ദീർഘായുസ് കൊടുക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഒരു സംശയമില്ല. നമ്മുടെ എല്ലാ മെത്രാപ്പൊലീത്തന്മാരും ദീർഘായുസോടുകൂടി ഇരിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ആ ദീർഘായുസിൻ്റെ ഒരു പരിധിയില്ലേ, സേവരസിരുമേനിയുടെ കാലം കഴിഞ്ഞാൽ ഈ സഭയുടെ ഭാവി എന്ത്? അസോസിയേഷന് അദ്ദേഹത്തെ വലിയ മെത്രാപ്പൊലീത്തയാക്കാം, പക്ഷേ ഒരു കാതോലിക്കയാക്കി പട്ടം കൊടുക്കുക, മെത്രാപ്പൊലീത്തയെ വാഴിക്കാനുള്ള അധികാരം അസോസിയേഷന് കൊടുക്കാൻ പറ്റുമോ? ഭാവി തലമുറയ്ക്ക് നിങ്ങളൊരു പ്രതിസന്ധി ഇപ്പോൾ വരുത്തി വയ്ക്കാനേ. ഒരു യോഗത്തിലൊരു ബഹുമാനപ്പെട്ട കൊച്ചച്ഛനത് പറഞ്ഞു, ഭാവിയിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, തീർക്കാൻ ഒരാളുണ്ടാവില്ല, വിഷമഘട്ടത്തിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടും അതൊന്നും നിങ്ങൾ ചെയ്യിക്കൊണ്ടില്ല. കാതോലിക്കയെ വാഴിച്ച് മെത്രാന്മാരെ വാഴിക്കുന്നുള്ള അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു അബ്ദുൽ മിശിഹായി നിങ്ങൾക്ക് തേടേണ്ടി വരും, പക്ഷേ കിട്ടില്ല. അബ്ദുൽ മിശിഹായുടെ പിൻഗാമികളായിട്ടാണല്ലോ ഇന്നത്തെ മെത്രാൻ കക്ഷിയുടെ കാതോലിക്കൊക്കെ ഇരിക്കുന്നത്. എന്ത് വാല്യുണ്ട്? അവസാനം നിങ്ങൾക്ക് മെത്രാൻ കക്ഷിക്കാരുടെ കാതോലിക്കയായി ചെന്ന് കീഴ്പ്പെടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ വിഷയം മാറ്റിയില്ലെങ്കിൽ. അവരുടെ കാതോലിക്ക സ്വീകരിച്ചാൽ നിങ്ങൾ സ്വതന്ത്ര സമുദായമായിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ ഐഡൻറ്റിറ്റി കിട്ടില്ല. അവരോട് ചേർന്നാലും അവർക്കും ഐഡൻറ്റിറ്റി ഇല്ല. ഐഡൻറ്റിറ്റി ഇല്ലാത്തവരാ വേറൊരു സമുദായം അങ്ങോട്ട് ചേർന്നാലും അവർക്കും ഐഡൻറ്റിറ്റി ഇല്ല. ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാതെ പെട്ടെന്ന് ചാടി ഒരു തീരുമാനമെടുത്തത് ബുദ്ധിയില്ലായ്മയായിപ്പോയി, ദീർഘദൃഷ്ടിയില്ലാതായിപ്പോയി എന്നേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോഴും ഈ വിഷയങ്ങൾ തീർക്കാൻ സന്ദർഭമുണ്ട്. തീർക്കാൻ ശ്രമിക്കാതെ അഭിമന്യ സേവരസിരുമേനി അതിന് മുൻകൈ എടുക്കണമെന്ന് ഒരു എളിയ അപേക്ഷയാണ് ഞാൻ സമർപ്പിക്കുന്നത്. വലിയ മെത്രാപ്പൊലീത്തയായിരുന്ന എബ്രാഹാം മാർ ക്ലീമോസ് തിരുമേനി അന്ത്യോക്യ സിംഹാസനത്തെ അപ്പാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളൊരു സത്യം മാത്രമാണ്. ഇപ്പോഴത്തെ ആളുകളുടെ കയ്യടി കൊണ്ട് തിരുമേനി അതിൽ വീണു പോകരുത്. നിങ്ങളുടെ രക്തം, ആ വംശശുദ്ധി സംരക്ഷിക്കപ്പെടും. ആര് പറഞ്ഞു അത് വേണ്ടെന്ന്? പക്ഷെ അതിൻ്റെ അഹങ്കാര തള്ളലിൽ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായെ, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ ധിക്കരിച്ചു പോയാൽ ഭാവി തലമുറ നിങ്ങളെ പഴിക്കുന്ന കാലം വരും, ഒരു സംശയമില്ല. ഭാവിക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദോഷം ചെയ്ത്
വെച്ചേച്ച് പോകരുത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അസോസിയേഷൻ കൂടി ഒരു തീരുമാനമെടുത്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്. ഈ സഭ അല്ലെങ്കിൽ ഈ സമുദായം ഇപ്പം സഭക്കുള്ള പേര് തന്നെ മാറ്റപ്പെടും. നിങ്ങൾക്കിപ്പോൾ സമുദായത്തിന് സഭ എന്ത് കാര്യങ്ങളും സ്വീകരിക്കാം. IOC-ക്കാർ സ്വീകരിച്ചതുപോലെ ഒരു സ്വതന്ത്ര സഭയായിട്ട് നിന്ന് ഞാനാണ് ഇതിൻ്റെ തലവൻ, ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ് നിൽക്കാം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിൽക്കില്ല എന്ന് തന്നെയാണ് ഈ യാക്കോബായ സഭയിലെ അംഗങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് IOC-ക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ വലയിൽ വീണു പോകരുത്. അപ്പോൾ അവരുടെ വലയിൽ വീഴാനുള്ള ഒരു മുന്നോടിയായിരുന്നോ അവരുടെ കാതോലിക്കായെ സ്വീകരിച്ചതും സൽക്കരിച്ചതും എന്നൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ക്നാനായ യാക്കോബായ സഭകളെ മാറ്റിയിട്ട് ക്നാനായ സമുദായം എന്നതിൽ ഉറച്ചു നിൽക്കുക. 2, ഒരു കാതോലിക്കായ വഴിക്കിട്ട് വന്നാൽ ആര് സമീപിക്കും? അതൊരു വെല്ലുവിളിയാണ്. 3, കേസിലല്ല, കോടതിയിലല്ല നമ്മുടെ അഭയം. നമ്മൾ അഭയപ്പെടേണ്ടത് ദൈവത്തിലാണ്. കോടതിയുടെ നിയമം അനുസരിച്ച് വിധിക്കട്ടെ. പക്ഷെ നമ്മൾ അഭയപ്പെടേണ്ടത് ദൈവത്തിലാണ്. വിശ്വാസത്തിന് മുൻതൂക്കം കൊടുക്കുക. യാക്കോബായ സഭയുടെ 60 പള്ളികൾ പോയിട്ട് പോലും എത്ര പേര് അവർക്ക് കിട്ടി? സ്വത്തുക്കൾ മുഴുവൻ പോയിട്ട് വിശ്വാസത്തിൽ നിന്ന് ആളുകൾ മാറുന്നില്ല. ഈ നിലയ്ക്ക് അങ്ങ് പോയാൽ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അസോസിയേഷന് കിട്ടുന്ന അംഗീകാരമൊന്നും അന്ന് ആളുകളിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ തലമുറ കുറച്ച് സഹിച്ചേക്കും. ഒരു 10-25 കൊല്ലത്തിന് ശേഷം തലമുറകൾ മാറി വരും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വലുതായിട്ട് വരും. അവർ നിങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുകയാണ്, പഴിക്കുന്ന ഒരു സന്ദർഭം വരരുത് എന്ന് അപേക്ഷിക്കുകയാണ്. നല്ല തീരുമാനം അസോസിയേഷൻ എടുക്കും. നമ്മുടെ സഭ ഒന്നിച്ചു നിൽക്കണം. പ്രധാന ശത്രുവിനെ നമ്മൾ നേരിടണം. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ് നമുക്ക് വലുത്. AD 325 നിഖ്യാമുതലായ സുന്നോദോസിൽ വെച്ച തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ആ തീരുമാനപ്രകാരമുള്ള അന്ത്യോക്യ സിംഹാസനത്തിൽ നല്ല 345 നിങ്ങളുടെ പിതാമഹന്മാരോട് എത്തിയത് അതൊരിക്കലും മറക്കാൻ പാടില്ല. തലമറന്ന് എണ്ണ തയ്ക്കരുത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ല തീരുമാനം എടുക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ, ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.